നമസ്കാരം. ഒരിക്കൽ ഇന്ത്യ ഭരിച്ചിരുന്ന പാർട്ടി രാജ്യത്തെ ഒന്നോ രണ്ടോ സംസ്ഥാനങ്ങളെ ഒഴിച്ച് ബാക്കി എല്ലായിടത്തും അധികാരവും. ഒരു കാലത്ത് കോൺഗ്രസ് ഇങ്ങനെയൊക്കെ ആയിരുന്നു. ഒരിക്കൽ വൻ ശക്തിയായിരുന്ന കോൺഗ്രസ് എന്ന് മെലിഞ്ഞുണങ്ങി വെറും 3 സംസ്ഥാനങ്ങളിൽ മാത്രം, അതായത് ഹിമാചൽ പ്രദേശ്, കർണാടക, തെലങ്കാന. ഇവിടെ മാത്രം ഭരിക്കുന്ന അവസ്ഥയിലേക്ക് കോൺഗ്രസ് താഴ്ന്നു. ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ബീഹാർ പോലുള്ള വലിയ സംസ്ഥാനങ്ങളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ അതെന്താണെന്ന് ജനങ്ങൾ ചോദിക്കുന്ന അവസ്ഥയിലേക്ക് വരെ എത്തി നിൽക്കുന്നു കാര്യങ്ങൾ. പാർട്ടിക്കേറെ ശക്തിയുള്ള കേരളത്തിൽ 10 വർഷമായി പ്രതിപക്ഷത്താണ്. അടുത്തു നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ എത്തുമെന്ന് ഒരു ഉറപ്പും പാർട്ടിക്കാർക്ക് പോലും ഇല്ല. അഖിലേന്ത്യാ തലത്തിൽ കോൺഗ്രസിന്റെ വിലപേശൽ ദുർബലമാവുകയാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് എന്ന് നേരിടുന്ന പ്രതിസന്ധി നിസ്സാരമല്ല. തുടർച്ചയായ തെരഞ്ഞെടുപ്പ് പരാജയങ്ങൾ, സംസ്ഥാനങ്ങളിൽ നിന്ന് സംസ്ഥാനങ്ങളിലേക്കുള്ള നേതാക്കളുടെ കൊഴിഞ്ഞുപോക്ക്, പ്രവർത്തകരുടെ ആത്മവിശ്വാസ തകർച്ച. എന്നാൽ ഈ തകർച്ചയ്ക്ക് ബി.ജെ.പിയെ മാത്രം കുറ്റപ്പെടുത്തിക്കൊണ്ട് കോൺഗ്രസിന് ഒഴിഞ്ഞു മാറാനാകില്ല. കോൺഗ്രസ് അടിപതറുന്നത് മോദിക്കും ബി.ജെ.പിക്കും മുന്നിലല്ല. അതിന്റെ അസ്ഥിവാരം തോണ്ടുന്നത് സ്വന്തം പാർട്ടിക്കാർ തന്നെയാണ്. പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങൾ ഓരോന്നായി ഇടിഞ്ഞു വീഴുമ്പോൾ എവിടെയാണ് കോൺഗ്രസിന് പിഴച്ചതെന്ന് ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. കേരളത്തിലെ കോൺഗ്രസിന്റെ സ്ഥിതിയും ബഹുകേമമാണ്. കേരളത്തിൽ കോൺഗ്രസ് എങ്ങാനും അധികാരത്തിൽ വന്നാൽ ആര് മുഖ്യമന്ത്രിയാകുമെന്നൊരു ചോദ്യം കോൺഗ്രസിന്റെ മുന്നിലുമുണ്ട്. 5 പേരാണ് മുഖ്യമന്ത്രി കുപ്പായവും തപ്പിച്ചു വെച്ച് കാത്തിരിക്കുന്നത്. രമേശ് ചെന്നിത്തല, കെ.സി. വേണുഗോപാൽ, വി.ഡി. സതീശൻ, ശശി തരൂർ, കെ. മുരളീധരൻ എന്നിവർ. കോൺഗ്രസിന്റെ ഏറ്റവും വലിയ പ്രശ്നം ഗ്രൂപ്പിസമാണ്. മുൻപ് എ.ഐ. എന്നീ 2 ഗ്രൂപ്പുകളാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് എണ്ണിയാൽ തീരാത്ത അത്ര ഗ്രൂപ്പുകൾ കോൺഗ്രസിനുള്ളിൽ തന്നെയുണ്ട്. പാർട്ടി പ്രവർത്തകർക്ക് പോലും ഈ ഗ്രൂപ്പുകളെ ഒന്നും കുറിച്ച് വലിയ ധാരണയില്ല. അത്രമാത്രം ഗ്രൂപ്പുകളാണ് ഇന്ന് കോൺഗ്രസിലുള്ളത്. ആഭ്യന്തര കലഹവും നേതൃത്വമില്ലായ്മയും സംഘടനയ്ക്കുള്ളിലെ ഗ്രൂപ്പ് യുദ്ധവുമാണ് കോൺഗ്രസിനെ കാർന്നു തിന്നുന്ന ഏറ്റവും വലിയ കാരണങ്ങൾ. താഴെത്തലത്തിലുള്ള നേതാക്കൾ മുതൽ ദേശീയ നേതൃത്വം വരെ പരസ്പരം പോരടിക്കുന്നു. ഒരാൾ മാറി നിന്നാൽ അടുത്ത നേതാവിനെ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയുന്നില്ല. ജനങ്ങളെ ഒന്നിപ്പിക്കേണ്ട നേതാക്കൾ തന്നെ പരസ്പരം പോരടിക്കുമ്പോൾ സാധാരണ പ്രവർത്തകനും അണികൾക്കും പാർട്ടിയിലുള്ള വിശ്വാസം നഷ്ടപ്പെടുന്നു. അത് സ്വാഭാവികം. പുതിയ മുഖങ്ങളുടെ അഭാവം, ആശയക്കുഴപ്പങ്ങൾ, കഴിവുള്ള യുവ നേതാക്കളെ വളർത്തുന്നതിൽ പാർട്ടി പരാജയപ്പെട്ടു. അങ്ങനെ എണ്ണിയാൽ തീരാത്ത അത്രയും കാരണങ്ങൾ ഇന്ന് കോൺഗ്രസിനുള്ളിൽ തന്നെയുണ്ട്. കൂടാതെ ഭൂരിപക്ഷ രാഷ്ട്രീയത്തോട് എങ്ങനെ പ്രതികരിക്കണമെന്ന കാര്യത്തിൽ കോൺഗ്രസിന് വ്യക്തമായ രാഷ്ട്രീയ നിലപാട് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. മൃദു ഹിന്ദുത്വം പോലുള്ള ആശയക്കുഴപ്പങ്ങൾ പാർട്ടിയുടെ മതേതര പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിക്കുന്നതാണ്. ഒരു കാര്യത്തിനും കൃത്യമായ നിലപാട് കോൺഗ്രസിനില്ല. ആഗോള അയ്യപ്പ സംഗമനത്തിന് പോലും കോൺഗ്രസ് ഒരു നിലപാടും എടുത്തിരുന്നില്ല. ആഗോള അയ്യപ്പ സംഗമത്തെ എതിർത്തോ ഇല്ല, എന്നാൽ അനുകൂലിച്ചോ അതും ചെയ്തില്ല. സാമ്പത്തിക സാമൂഹ്യ വിഷയങ്ങളിൽ ജനങ്ങളുമായി സംവദിക്കാൻ ശക്തമായ ആശയങ്ങളോ പാർട്ടി പരിപാടികളോ ഇല്ല. സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് പോരാടാൻ ഒരു യുവ നേതൃനിരയുടെ അഭാവവും ഈ തകർച്ചയ്ക്ക് ആക്കം കൂട്ടുന്നതാണ്. കോൺഗ്രസ് മുക്ത ഭാരതത്തിനായി പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന മോദിയെയും ബി.ജെ.പിയും വെല്ലുവിളിച്ചുകൊണ്ടാണ് 2018 തെരഞ്ഞെടുപ്പിൽ മധ്യപ്രദേശിലും രാജസ്ഥാനിലും കോൺഗ്രസ് അധികാരത്തിലെത്തിയത്. ഇത് പാർട്ടി അണികൾക്കിടയിൽ ഉണ്ടാക്കിയ ഉണർവ് ചില്ലറയായിരുന്നില്ല. പക്ഷെ നാളുകൾ കഴിഞ്ഞതോടെ കോൺഗ്രസിന്റെ നിരാശാപരമായ ഉൾപോര് ഈ 2 സംസ്ഥാനങ്ങളിലും ശക്തമായി. പാർട്ടിക്ക് അടിപതർന്നതാണ് പിന്നീട് കാണേണ്ടി വന്നത്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉത്തർപ്രദേശ് എത്രത്തോളം നിർണായകമാണോ അതുപോലെ നിർണായകമാണ് രാജസ്ഥാനും മധ്യപ്രദേശും. അതിനാൽ തന്നെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കേണ്ട സ്ഥലങ്ങൾ. പക്ഷേ ഉൾപോരിൽ 2 സംസ്ഥാനങ്ങളും കൈവിട്ടു. മാത്രമല്ല, മധ്യപ്രദേശിലെ കോൺഗ്രസിന്റെ വിജയശില്പിയായിരുന്ന ജ്യോതിരാദിത്യ സിന്ധ്യ പാർട്ടിയോട് ഗുഡ് ബൈ പറഞ്ഞ് ബി.ജെ.പി പാളയത്തിലെത്തി. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തന്നെ പരിഗണിക്കാതെ കമൽനാഥിന് സ്ഥാനം നൽകിയതായിരുന്നു അദ്ദേഹത്തെ ചൊടിപ്പിച്ചത്. രാജസ്ഥാനിൽ കോൺഗ്രസ് വിജയത്തിന് ചുക്കാൻ പിടിച്ചത് സച്ചിൻ പൈലറ്റ് ആയിരുന്നു. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് സച്ചിൻ തന്നെ വരുമെന്ന് എല്ലാവരും കരുതി. ആ പ്രതീക്ഷയെ അസ്ഥാനത്താക്കി അശോക് ഗെഹ്ലോട്ടിനെ പാർട്ടി മുഖ്യമന്ത്രിയായി കൊണ്ടുവന്നു. സച്ചിനും കൂട്ടരും കടുത്ത എതിർപ്പുയർത്തിയിട്ടും ഗെഹ്ലോട്ടിന് മുഖ്യമന്ത്രി സ്ഥാനത്ത് ഉറച്ചിരിക്കാനായത് സോണിയാഗാന്ധിയോടുള്ള അടുപ്പമായിരുന്നു. പക്ഷെ പിന്നീട് കോൺഗ്രസ് ഹൈക്കമാൻഡിനെ പോലും വെല്ലുവിളിക്കുന്ന തരത്തിലായി ഗെഹ്ലോട്ടിന്റെ പ്രവൃത്തികൾ. കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിക്കണമെന്ന് ഹൈക്കമാൻഡ് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടെങ്കിലും അത് അദ്ദേഹം നിരസിച്ചു. മുഖ്യമന്ത്രി പദം കൈവിടാനുള്ള വിമുഖത തന്നെയായിരുന്നു അതിനുള്ള പ്രധാന കാരണം. കോൺഗ്രസ് ഹൈക്കമാൻഡ് എത്രമാത്രം ദുർബലമാണെന്ന് വ്യക്തമാകുന്ന ശക്തമായ തെളിവ് കൂടിയായിരുന്നു ഇതോടെ പുറത്തു വന്നത്. നേതൃത്വത്തിന് ശക്തിയും നയിക്കാനുള്ള കഴിവുമില്ലെങ്കിൽ പിന്നെ എങ്ങനെ ആ പാർട്ടി മുന്നോട്ട് പോകും? പിന്നീട് കോൺഗ്രസിന്റെ അവസ്ഥ കൂടുതൽ മോശമാകുന്ന രീതിയിലേക്കായിരുന്നു കാര്യങ്ങൾ.
അടുത്ത് നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അധികാരത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. ദക്ഷിണേന്ത്യയിലെ പ്രധാന സംസ്ഥാനമായ കർണാടകയിലും പാർട്ടിയിലെ പോര് കനക്കുകയാണ്. BJPയെ തളച്ചിവിടെ കോൺഗ്രസ് അധികാരത്തിൽ എത്തിയിട്ട് 2.5 വർഷം കഴിഞ്ഞു. സംസ്ഥാനത്ത് കോൺഗ്രസ് തേരോട്ടത്തിന് വളരെ വലിയ പങ്ക് വഹിച്ചെങ്കിലും സിദ്ധരാമയ്യയ്ക്ക് വേണ്ടി മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറി നിന്ന് DK ശിവകുമാറും അനുയായികളുമാണ് ഇപ്പോൾ കലാപ പുറപ്പാടുമായി രംഗത്തെത്തിയിരിക്കുന്നത്. സിദ്ധരാമയ്യ അധികാരം ഏൽക്കുമ്പോൾ ഉണ്ടാക്കിയ കരാർ പ്രകാരം 2.5 വർഷം കഴിയുമ്പോൾ അധികാരം DKക്ക് കൈമാറണമെന്നാണ് അദ്ദേഹത്തെ അനുകൂലിക്കുന്നവർ പറയുന്നത്. നിലവിൽ PCC അധ്യക്ഷനാണ് ശിവകുമാർ. പദവിയിൽ 6 വർഷം പൂർത്തിയാകുന്ന 2026 മാർച്ചിൽ അധ്യക്ഷ സ്ഥാനം ഒഴിയുമെന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. 2020 മെയ്യിലാണ് അദ്ദേഹം PCC അധ്യക്ഷനായത്. എല്ലാ അർത്ഥത്തിലും ശക്തരായ BJP അവസരം പാർത്തിരിക്കുന്നതാണ് ഇപ്പോൾ കോൺഗ്രസിനെ കൂടുതൽ ഭയപ്പെടുത്തുന്നത്. BJP ഒന്നും ചെയ്തില്ലെങ്കിലും കോൺഗ്രസിന് മുന്നോട്ടുള്ള പോക്ക് അത്ര സുഗമമല്ല. ന്യൂസ് ഡെസ്ക് ഈനാട് മലയാളം.